ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ +2 ഫിസിക്സ് പബ്ലിക് എക്സാം 2025 കഴിഞ്ഞു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ആദ്യം തന്നെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന ഒരു എക്സാം? സെറ്റാണോ, റെഡി ആണോ? ഓക്കെ, ഓൾറെഡി പറഞ്ഞ പല കാര്യങ്ങളും അതിൽ ഫുള്ള് തന്നെ വന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ബട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് അങ്കലപ്പാക്കിയെന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ആവറേജ് കുറച്ച് എബവ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നത് നോക്കാം. നിങ്ങളുടെ എങ്ങനെയാണ് എക്സാംസ് ഉണ്ടായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ ആൻസേഴ്സ് നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് തന്നെയാണോ ഇതെന്നൊക്കെ ഒന്ന് നോക്കിട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ A to Z കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പ്രോബ്ലംസിൻ്റെ കാര്യങ്ങൾ ചിലതിനെ ചെയ്തു വെച്ചിട്ടുണ്ട്, ചില പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടത് കൊണ്ടാണ് ഞാൻ വേഗം ചെയ്തത്. ചിലതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളാണ്. A to Z കാര്യങ്ങൾ ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വേഗം ആൻസേഴ്സ് നോക്കിയാലോ. ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ എഴുതിയൊക്കെ കറക്റ്റ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൺ വേർഡിൽ വരുന്നത്. 7 ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഈസ് നോൺ ആസ്, അതായത് F/Q എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു F/Q എന്നുള്ളതാണ്. ഈസ് ഈക്വൽ ടു അവിടെ ബി പാർട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ് ആ കുട്ടി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ല ആൻസർ. ഓക്കെ, നോട്ട് ചെയ്യാൻ മക്കളെ, പറയുന്നത് നോട്ട് ചെയ്യണേ. ചിലപ്പോൾ ഇതിൽ എഴുതിയത് ചിലപ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടാവാം. ഞാൻ ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്ന് പോയിട്ട് വാങ്ങിയതാണ് എക്സാം കഴിഞ്ഞ ഉടനെ. ഓക്കെ, അപ്പോൾ ആ കുട്ടി എഴുതിയ സമയത്ത് ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നോക്കണം. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ F/Q എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/Q എന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ പറയാറില്ല, W/Q ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വരിക. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. സി ആണ്, നോട്ട് ബി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ സർക്കിൾ ഓഫ് റേഡിയസ് R ഈസ് ഡ്രോൺ വിത്ത് എ ചാർജ് പോസിറ്റീവ് Q പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ. ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പോയിന്റ് ചാർജ് വൺസ് അറൌണ്ട് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഈസ് 0. ആൻസർ 0 തന്നെയാണ്. ഓക്കെ, അത് ഞാൻ എഴുതി വെച്ചാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംപ്ലി ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സി പാർട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് ദ പോളാരിറ്റി ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMFന്റെ പോളാരിറ്റി തരുന്നത് ലെൻസസ് ലോ ആണെന്നുള്ള കാര്യം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസീസ് ഓഫ് ഗാമ റേസ്, അൾട്രാ വയലറ്റ് റേസ് ആൻഡ് എക്സ് റേസ് ആർ V1. അവിടെ ന്യൂ1, ഓക്കെ, എന്താ പറ്റേ ന്യൂ1, ന്യൂ2 ആൻഡ് ന്യൂ3 റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ന്യൂ1 എന്ന് പറഞ്ഞത് ഗാമ റേസിൻ്റെ ഫ്രീക്വൻസി, ന്യൂ2 UVൻ്റെ ആണ്, ന്യൂ3 ആണ് എക്സ് റേസിൻ്റെ. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടാവുക ഗാമക്കാണ്. അപ്പോൾ ന്യൂ1 ഏറ്റവും വലുത്. അത് കഴിഞ്ഞാൽ എക്സ് റേ ആണ്, മക്കൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ എക്സ് റേ ആണ്. സോ ന്യൂ3 ആണ് രണ്ടാമത്, പിന്നീട് ന്യൂ2. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് തന്നെ വരിക. ന്യൂ1 ഗ്രേറ്റർ ദാൻ ന്യൂ3 ഗ്രേറ്റർ ദാൻ ന്യൂ2 ആണ് വരിക. അതായത് UVക്കാണ് ഈ തന്ന മൂന്നെണ്ണത്തിൽ ഏറ്റവും കുറവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അശ്രദ്ധ കൊണ്ട് തെറ്റുകൾ വന്നിട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് റേഡിയസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് R0 ആണെങ്കിൽ റേഡിയസ് ഓഫ് സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റ് എന്താണ്? നമുക്കറിയാം RN = n² ഇൻറ്റു R1 എന്ന് പറയാം. ഇവിടെ R0 ആയതുകൊണ്ട് ഓക്കെ, എന്നാലും സെക്കൻഡ് ഓർബിറ്റ് ആവുന്ന സമയത്ത് n², അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു R0 ആയിരിക്കും വരിക. ആറ്റംസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, 2 തിൻ ലെൻസസ് ഓഫ് പവർ +4D. അത് ലാസ്റ്റ് നമുക്ക് മോഡലും ഹാഫ് ഫീൽഡ് എക്സാമിനൊക്കെ വന്ന ഒരു മോഡലാണ്. -2 ഡയം, കുറേ ഹാഫ് ഫീൽഡിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് തിരിച്ച് വന്നു. പ്രിസൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. 2 ഡയോപ്റ്റർ ആർ ഇൻ കോണ്ടാക്ട്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. P1 +4D ആണ്, P2 -2D ആണ്. എന്നിട്ട് ചോദിച്ചത് കോമ്പിനേഷൻ ഓഫ് ഫോക്കൽ ലെങ്ത്തിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ F1 എന്താ? തല തിരിച്ചിടുക, റെസിപ്രോക്കൽ ഓഫ് പവർ ആണ്. അപ്പോൾ 1/4 മീറ്റർ ആണ് വരിക. F2 = -1/2 മീറ്റർ ആണ് വരിക. അപ്പോൾ 1/F ഫോക്കൽ ലെങ്ത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 1/F = 1/F1 + 1/F2. അപ്പോൾ 1/4 + -1/2. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - 4/8. നിങ്ങൾ പറയുന്ന സ്ക്രീനും കൂടെ നോക്കട്ടോ. ഓക്കെ, സോ ഫൈനലി എനിക്ക് ചെയ്തപ്പോൾ കിട്ടിയത് F = -4 മീറ്റർ ആണ്. ആ ഒരു രീതിയിലാണ് എനിക്ക് ആൻസർ കിട്ടിയത്. അതിൽ തെറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയില്ല, ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, റെസിപ്രോക്കൽ ഓഫ് പവർ എടുത്തു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കിട്ടും. അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് കിട്ടണ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1/F = 1/1 + 1/F2 ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ദെൻ 7th ക്വസ്റ്റ്യൻ, ഡാഷ് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ സൺ. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് വരിക. 2 മാർക്കിൻ്റെ സെഷനിൽ പോകുമ്പോൾ ഷോ ദാറ്റ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ R = ml/ne² τ ഇൻറ്റു എ വേർ സിമ്പിൾസ് ഹാവ് ദെയർ യൂഷ്വൽ മീനിങ്സ്. ഞാൻ തൊട്ടുമുമ്പ് കാര്യം വീഡിയോയിൽ പറയുന്നുണ്ട്. ഓംസ് ലോൻ്റെ ഭാഗം മസ്റ്റാണ്. കിർച്ചോഫും വീറ്റ്സ്റ്റോൺ വരും, അത് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ വരിക റെസിസ്റ്റൻസിൻ്റെ ആ ഒരു ഭാഗം നോക്കണം. ഓക്കെ, അവിടെ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. നിങ്ങളത് ഡിറൈവ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. റിലാക്സേഷൻ ടൈം, ആ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ചാർജ് ഒക്കെ വരുന്ന ആ ഒരു ഭാഗം, കണ്ടക്ടറിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആ ഒരു ഭാഗം വരുന്നില്ലേ, ആ റെസിസ്റ്റൻസിൻ്റെ ആ ഇക്വേഷൻ, ഓംസ് ലോൻ്റെ മൈക്രോസ്കോപ്പിക് എക്സ്പ്രഷൻ, നമ്മൾ വെക്റ്റർ ഫോമൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. നിങ്ങളെല്ലാവരും ചെയ്തിട്ടാണ് വിചാരിക്കുന്നു.
ഓക്കെ, അത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ മ്യൂ ആർ ലെസ് ദാൻ 1. ഐഡന്റിഫൈ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ. അത് ഡയാമാഗ്നറ്റ് തന്നെയാണ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കൈ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ എ സിയിൽ നിന്നാണ് വന്നത്. ഇൻസ്റ്റന്റീനിയസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഓഫ് ആൻ എ സി സർക്യൂട്ട് ആർ ഗിവൺ ബൈ. വളരെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ് ചോദിച്ചത്. ഐ ഇസ് ഈക്വൽ ടു 10 sin 314t ആംപിയറും വോൾട്ടേജ് ആണെങ്കിൽ 50 sin 314t പ്ലസ് പൈ ബൈ 2 വോൾട്ട്. ഓക്കെ, എന്ത് ബേസ് ക്വസ്റ്റ്യൻ ആണല്ലോ മക്കളെ ഇതൊക്കെ. വാട്ട് ഈസ് ദ എന്താ തമാശ വല്ല കേട്ടോ പറയുന്നത്. എന്നാലും ഒരു ബേസ് ക്വസ്റ്റ്യൻ അല്ല അത്. നോർമലി വർക്കൗട്ട് ചെയ്ത കുട്ടിക്ക് ഇതൊക്കെ വളരെ ബേസ് ആയിട്ട് തോന്നുന്നുണ്ടാവുക. ഓക്കെ, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതിൽ എത്രയാണ് കാണുന്നുണ്ടല്ലോ പൈ ബൈ 2. ഒരാൾ സൈനും മറ്റേ കോസ് ഒന്നുമല്ല, രണ്ടും സൈനാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ എത്രയാണ് ഫേസ് ഡിഫറൻസ്? പൈ ബൈ 2 റേഡിയൻ ആണ് ആൻസർ വരിക. അവിടെ എത്രയാണ് പവർ? ഇതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെന്ന് പ്ലസ് പൈ ബൈ 2 കണ്ടാൽ മനസ്സിലാക്കണം. പവർ കപ്പാസിറ്ററിൽ പവർ എത്രയാണ്? AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 ആണ് വരിക. അതങ്ങനെയൊക്കെ തിങ്ക് ചെയ്യണം. ദെൻ 11th ക്വസ്റ്റ്യൻ നമ്മൾ മോഡൽ എക്സാം ചോദിച്ച സെല്ലുലാർ ഫോൺ തിരിച്ചു വരുന്നു. ഓക്കെ, ഏതാണ്? റേഡിയോ വേവ്സ് ആണ് ആൻസർ വരിക. ബി പാർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, കൂടുതൽ വായിക്കുന്നില്ല. ആൻസർ ഈസ് ഓപ്ഷൻ സി ഓർ ഓപ്ഷൻ 3 ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 12 ഡിഫൈൻ വേവ് ഫ്രണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇറ്റ് ഈസ് ദ ലോക്കസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ മീഡിയം വിത്ത് ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ എന്ന് തുടങ്ങുന്ന ആ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടാവും. ബി പാർട്ട് ചിലപ്പോൾ കുറച്ച് കുട്ടികളെ കൺഫ്യൂഷൻ ആക്കിയേക്കാം എന്ന് തോന്നുന്നു. ഫിഗർ ഷോസ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് ലെൻസിലേക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ് ചെയ്യാൻ നമുക്ക് ഫിഗറിന് വ്യക്തമായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ഡ്രോ ദ കറസ്പോണ്ടിങ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. കാരണം ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ കൺവേർജ് ആണ് ചെയ്യുക. അപ്പോൾ ഞാനത് വരച്ചാണ് കേട്ടോ, ഞാൻ അതിൻ്റെ ബാക്കി ഞാൻ വരച്ചാണ്. ഓക്കെ, അത് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്കാണ് പോകുക. പോയിന്റിലേക്ക് പോകുമ്പോൾ പോയിന്റ് സോഴ്സ് എന്താണ്? സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണ് അവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ അയോണൈസേഷൻ എനർജി. നമുക്കൊരു ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണെ അവിടുന്ന് പുറത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അയോണൈസ് ചെയ്യാൻ, ഒരു ആറ്റത്തെ അയോണൈസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എനർജീനെയാണ് നമ്മൾ എന്താ അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കുക. ഹൈഡ്രജൻ ആറ്റത്തിന് അയോണൈസേഷൻ എനർജി പ്ലസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അയോണൈസേഷൻ എനർജി. 14th ക്വസ്റ്റ്യൻ കാർബൺ ഐസോട്ടോപ്പ് വാല്യൂസ് ഒക്കെ തന്നു. അതിൽ ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. NCERT എക്സസൈസ് ആണ്. ആ ഒരു ഭാഗം NCERT നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് ബൈൻഡിങ് എനർജിൻ്റെ പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. EB ഡെൽറ്റ എം ഇൻറ്റു 931.5 MeV. നിങ്ങൾ ആദ്യം ഡെൽറ്റ എം എന്ന് പറയുന്ന മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതല്ലേ, നിർബന്ധമാണ്, മസ്റ്റാണ്, പ്രോബ്ലം മസ്റ്റാണ് എന്ന് പറഞ്ഞു സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ, അത് ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്തു തരാം. ഓക്കെ, ദെൻ അതിന് ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. മറ്റുള്ളവർ ചെയ്തത് അത് തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കാമല്ലോ. നിങ്ങൾ പരസ്പരം കമൻറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടിക്ക് അത് തന്നെയാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്കൊരു ആശ്വാസമാകും. ദെൻ 3 മാർക്കിൻ്റെ സെഷൻ പോകുമ്പോൾ ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. P is equal to AQ ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രോഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ് ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് 2 ചാർജസ് ആണ്. P is equal to AQ അല്ലെങ്കിൽ P വെക്ടർ എന്ന് പറയുമ്പോൾ 2a വെക്ടർ ഇൻറ്റു Q എന്ന് വിളിക്കാം. ദെൻ അവിടെ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞത്. ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലേ പറഞ്ഞത്. തൊട്ടുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയി നോക്കുക, അവിടെ ടോർക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല. ടോയ്സ് ഈക്വൽ പി ഈ സൈൻ തീറ്റ എപ്പോഴാണ് മാക്സിമം, അതും വ്യക്തമായിട്ട് പറഞ്ഞു. ടോർക്ക് മാക്സിമം ചോദിക്കും മക്കളെ 90 ഡിഗ്രിയിലാണ്, കാരണം സൈനാണ് അവിടെ വരുന്ന ട്രിഗണോമെട്രി. Question number 16, equipotential surface ആണ്. The surface at which electric potential is same at all points on the surface ആണ് equipotential surface എന്ന് വിളിക്കുക. ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടി തൊട്ടുമ്പോൾ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, equipotential surface the work done to move any charge from one point to another point ആണ്. equipotential surface എന്താണ്? 0 ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ equipotential surface എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അത് വേണം നമുക്ക് വരച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. MCGയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയണം. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് കറണ്ട് ആണ്. അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് റെക്ടാങ്കുലർ കോയിൽ വെച്ച സമയത്ത് ഒരു ടോർക്ക് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടെന്ന് പറയുന്ന ഒരു ബേസ് ഒരു മാർക്കുള്ളൂ. അപ്പോൾ തീറ്റ പ്രൊപ്പോർഷൻ ആയി മാർക്ക് അവിടെ വീഴും. ഹൗ വിൽ യു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻറ്റു ആൻ അമ്മീറ്റർ? റിപ്പീറ്റ് അല്ലേ, എങ്ങനെ കണക്ട് ചെയ്യണം? ഒരു സ്മോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസിനെ എങ്ങനെ കണക്ട് ചെയ്യണം? പാരലലി കണക്ട് ചെയ്യുക. ഓക്കെ, സി പാർട്ട് നിങ്ങൾ കുറച്ചാൾ സ്റ്റെക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അമ്മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ സർക്യൂട്ട്. നോർമൽ അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യാനാണ്? സീരീസിലാണ് കണക്ട്. എന്തുകൊണ്ടാണ്? അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലോ റെസിസ്റ്റൻസ് മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സീരീസ് കണക്ട് ചെയ്യുമ്പോൾ കറണ്ടിന് വാല്യൂ അവിടെ സെയിം ആയിട്ട് കിട്ടുകയും ചെയ്യണം. അതുകൊണ്ടാണ് അമ്മീറ്റർ ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഡിവൈസ് ആണല്ലോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18, യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ലോ ഓഫ് റിഫ്രാക്ഷൻ സ്നെൽസിലോ സൈൻ എ ബൈ സൈൻ ആർ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 19, മാക്സിമം കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ്. ആൻസർ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ്. KE max EV0. അതും ചെറുങ്ങനെ ഒന്ന് ഇൻഡയറക്റ്റ് ആക്കി. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോർമലി ഉള്ളത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫാണ്. KE max EV0 ആണല്ലോ, ഈ കോൺസ്റ്റന്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, ഓപ്ഷൻ 3 ആണ് വരിക. അതിൽ ബി പാർട്ട് പ്രോബ്ലം
പ്രോബ്ലം ആണ്. അവിടെ പ്രോബ്ലം വരുന്നത് ഫോട്ടോ സെൻസിറ്റീവ് സർഫേസ് ഹാസ് എ വർക്ക് ഫംഗ്ഷൻ 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഫൈൻഡ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഫ്രം ദി സർഫേസ് ബൈ റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 300 നാനോമീറ്റർ. ഞാൻ അതിൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈൻഡ് വാല്യൂ 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കയ്യോടെ ജൂളിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം. 2 × 1.6 × 10⁻⁻19 ജൂളാണ്. KE മാക്സ് എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. KE മാക്സ് h⁻⁵. ഇവിടെ ന്യൂന് പകരം ലാംഡ തന്നു. അപ്പോൾ ന്യൂന് പകരം c/λ ഇക്വേഷൻ എഴുതിയിട്ട് ബാക്കി നിങ്ങൾ കൊടുത്താൽ ആൻസർ കിട്ടും. hc/λ-5 ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്തത് എന്നുള്ള കാര്യം മാത്രം നിങ്ങളവിടെ പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 20 സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ക്ലോസ്ഡ് സർഫേസ് ഇന്റഗ്രൽ B വെക്ടർ ഡോട്ട് ds വെക്ടർ ഇസ് ഈക്വൽ ടു 0 ആണ്. നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫേസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ദെൻ ബി പാർട്ട് പ്രീവിയസ് NCERT എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു, ബി തന്നു, ടോർക്കിന്റെ വാല്യൂ തന്നു, മാഗ്നറ്റിക് മൊമെന്റ് ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കുക. ടോ ഇസ് ഈക്വൽ MB sin θ നോട്ടിലൊക്കെ എല്ലായിടത്തും എഴുതി കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. M is equal to ടോ ഡിവൈഡഡ് ബൈ B sin θ. അപ്പോൾ 5 × 10⁻² ഡിവൈഡഡ് ബൈ 0.3 × sin 30 ചെയ്താൽ കിട്ടുന്നത്, ഈ ഇക്വേഷനിൽ കൊടുത്താൽ കിട്ടുന്ന വാല്യൂ എന്താണ്, അതായിരിക്കും ആൻസർ. ദെൻ ഹാഫ് വേവ് റെക്ടിഫയർ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം ഒക്കെ ഇവരൊക്കെ വരച്ചിട്ടുണ്ടാവും. 4 മാർക്കിൻ്റെ സെഷനിൽ പോകുമ്പോൾ സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ് ചോദിച്ചത്. CP = C1 + C2. അതിൽ ബി പാർട്ട് ചില ആൾക്ക് സ്റ്റക്ക് ആയിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് പറഞ്ഞു വെച്ചാൽ ഗിവൺ ഗ്രാഫ് ഷോസ് വേരിയേഷൻ ഓഫ് ചാർജ് Q വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V for 2 capacitors C1 and C2. Both of the capacitors have same plate sub. നോട്ട് ചെയ്യേണ്ട പോയിന്റ് അതാണ്, D സെയിം ആണ്, ബട്ട് പ്ലേറ്റ് ഏരിയ ഓഫ് C2 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് C1 ആണ്. അപ്പോൾ C2ൻ്റെ പ്ലേറ്റ് ഏരിയ കൂടുതലാണ്. അപ്പോൾ ഞാൻ അവിടെ എഴുതി വെച്ച ഇക്വേഷൻ നോക്ക്, ബാക്കി നമുക്ക് വായിക്കുന്നതിന് മുമ്പ് C is equal ε0 A/D. A കൂടുതലാണെങ്കിൽ C കൂടൂലേ, അപ്പോൾ C2ന് ഏരിയ കൂടുതലല്ലേ, അപ്പോൾ C2 എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് C1നേക്കാളും കൂടുതലാണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വിച്ച് ലൈൻ X or Y കറസ്പോണ്ട്സ് ടു C1 and Y എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഗ്രാഫിൽ എക്സും വൈ ഉണ്ട്. ഓക്കെ, Q/V അതിനകത്ത് എഴുതിയിട്ടുണ്ട് C is equal to Q/V. അതായത് Q വേഴ്സസ് V ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ എക്സിന് കപ്പാസിറ്റൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ എക്സിന് സ്ലോപ്പ് കൂടുതലാണ്, അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുതൽ. അപ്പോൾ C2 എന്ന് പറയുന്ന ആളാണ് എക്സ് വരിക, കാരണം C2ന് കപ്പാസിറ്റൻസ് കൂടുതലാണെന്ന് ഏരിയ കൂടിയത് കൊണ്ട് മനസ്സിലായി. സോ C1ൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ ആൻസർ Y ആണ് C1നെ ഡിനോട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 എ പാർട്ട് കിർച്ചോസ് വോൾട്ടേജ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ദെൻ വീറ്റ്സ്റ്റൺസ് പ്രിൻസിപ്പിളിൻ്റെ ആ ഒരു കേസ് വെച്ചിട്ട് അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസിങ് കണ്ടീഷൻ അറൈവ് ചെയ്യണം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എൻ AC ജനറേറ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. AC ജനറേറ്ററിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് ആർമേച്ചർ അതൊക്കെ വരച്ചിട്ട് അതിൻ്റെ തിയറി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം EMFൻ്റെ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി, കാരണം അവിടെ 3 മാർക്കുണ്ട്. ദെൻ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ റേ ഡയഗ്രാം വരക്കാനാണ് വരച്ചിട്ടുണ്ടാവും. അതിലൊരു ബി പാർട്ട് സ്റ്റക്ക് ആവാനുള്ള ചാൻസ് കുറച്ച് ആൾക്കെങ്കിലും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റക്ക് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മാഗ്നിഫിക്കേഷൻ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് 20. ഞാനത് താഴെ എഴുതിയിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് M is equal to 20 ആണ്. ഐപീസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് ME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇമേജ് ഈസ് ഫോംഡ് ആയിട്ട് നിയർ പോയിന്റ് ആണ് 25 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ ഐപീസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് തന്നത്, നോട്ട് ME അല്ല തന്നത്, FE ആണ് തന്നത്. അപ്പോൾ ഞാൻ ME അവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. 1 + D/FE. ഞാൻ F എന്ന് എഴുതിയിട്ടുള്ളൂ, പെട്ടെന്ന് ചെയ്തതാണ്. ഓക്കെ, അതിൽ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ME is equal to 1 + D/FE. അപ്പോൾ 1 + D ആണ് 25 ഡിവൈഡ് ബൈ FE എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 25/5 നിങ്ങൾ സ്ക്രീൻ നോക്കണേ, 5 ഉണ്ടാവും. 1 + 5 6. അങ്ങനെ ഞാൻ ME കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ താഴെ എഴുതിയിട്ടുണ്ട്. M is equal to MO × ME. അപ്പോൾ MO എന്ന് പറഞ്ഞാൽ M ഡിവൈഡഡ് ബൈ ME. M എന്ന് പറഞ്ഞാൽ 20 ആണ്. 20/6 ആൻസർ. 20/6 എന്താണോ അതായിരിക്കും ആൻസർ. ഏകദേശം ഒരു 3.3 സംതിങ് ഒക്കെ ഉണ്ടാവും. 5 മാർക്കിന് സെഷൻ പോകുമ്പോൾ ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട ഔട്ട് സൈഡ് ദ ഷെല്ല് അതൊക്കെയാണ്, വേറൊന്നും ചെയ്യാനെന്നില്ല. ഔട്ട് സൈഡ് എന്ന് പറയുമ്പോൾ σr²/ε0 r². സർഫേസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് അത് പറയുന്നത്, σ/ε0 ആയിരിക്കും. അതിൽ ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. ഫ്ലക്സ് -2 × 10⁻14 Nm²/Coulomb ആണ്. സ്ഫെറിക്കൽ അങ്ങനെയാണെങ്കിൽ സ്ഫെറിക്കൽ ഗോസിയൻ സർഫേസുകൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് പോയിന്റ് ചാർജ് Φ = Q/ε0, Q = Φ × ε0. അതായത് -2 × 10⁻14 × 8.85 × 10⁻12 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ അത്രയും കൂളോം. ദെൻ റേഡിയസ് ഓഫ് ഗോസിയൻ സർഫേസ് ഈസ് ഡബിൾഡ്. ഹൗ മച്ച് ഫ്ലക്സ് വുഡ് പാസ് ത്രൂ ദ സർഫേസ്. അതായത് നേരത്തെ ഫ്ലക്സ് എന്താണോ അതേ ആൻസർ കൊണ്ട് എഴുതാം. റേഡിയസ് ഓഫ് ഡയമെൻഷൻ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല ഫ്ലക്സിനെ. ഓക്കെ, അപ്പോൾ ആൻസർ -2 × 10⁻14 ആണ് ബി പാർട്ടിന് ആൻസർ. അത് ഞാൻ നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഫ്ലക്സ് എന്താ
അത് തന്നെയാണ് ആൻസർ. ലോറൻസ് ഫോഴ്സ് മൂവിങ് ചാർജസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും കൂടി കൂട്ടുക, അതായത് ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, അല്ലെങ്കിൽ ക്യൂ കോമൺ ആയിട്ട് എടുത്തിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇ വെക്ടർ പ്ലസ് വി വെക്ടർ ക്രോസ് ബി വെക്ടർ. ഓക്കെ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ പോയ കേസാണെന്ന ഫിഗർ കണ്ടറിയാം, സർക്കുലർ പാത്താണ്. അങ്ങനെയാണ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ദ വെലോസിറ്റി ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ. ഇവർ രണ്ടാളും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും, അത് തന്നെയാണ് അവർ ഉദ്ദേശം എന്നാണ് ഞാൻ തോന്നുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വെലോസിറ്റിയുമായി നോക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോഴ്സ് മൂന്നാളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. അതിൽ ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്, അതായത് ഫ്രീക്വൻസി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ മാത്രമാണ് ഇവിടെ എഴുതിയ QB/2πm. ഡിറൈവ് ചെയ്തില്ല മാർക്ക് പോകും. ആ ഫൈനൽ ആൻസർ വെലോസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അതാണ് പണ്ട്, ഇപ്പോൾ അതില്ല, സൈക്ലോട്രോണിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. ദെൻ സി പാർട്ട് ഈസ് ദെയർ എനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കൽ. കുറേ ആൾക്കാർ ഇത് ഗസ് ചെയ്യാനുള്ള ചാൻസ്, കുറേ ആൾക്കാർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ചില ആൾക്കാർ ഗസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവുന്ന ആൻസർ ആയിരിക്കും. 27 തേർഡ് പാർട്ട് ഒരു ചേഞ്ചും അവിടെ തന്നെ ഉണ്ടാവില്ല, കാരണം ദ W=FS cos 90 ആണ്, അതായത് കോസ് തീറ്റയാണ്, ഇവിടെ തീറ്റ 90 ആണ്. കാരണം ഫോഴ്സും വെലോസിറ്റി തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ W=0 ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. +1 ഫിസിക്സ് വർക്ക് എനർജി തിയറാണ്. അപ്പോൾ വർക്ക് 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല. ആൻസർ 0 ആണ്, അല്ലെങ്കിൽ നോ ചേഞ്ച് ആണ് വരിക. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ പറഞ്ഞത്, എക്സ്പ്ലനേഷൻ വേണം. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇംപെഡൻസ് ഓഫ് LCR സർക്യൂട്ട് Z=√R² + XL - XC² ആണ്. XL XC-നേക്കാൾ കൂടുതലാണെങ്കിൽ. ബി പാർട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്, LCR സർക്യൂട്ട് ഒരു വേരിയബിൾ ഫ്രീക്വൻസി AC സോഴ്സിൽ കണക്ട് ചെയ്ത് തൊട്ട് ബേസിൻ്റെ വലിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അറ്റ് വാട്ട് ഫ്രീക്വൻസി ഓഫ് ദ ഇംപെഡൻസ് ഓഫ് ദി സർക്യൂട്ട് വിൽ ബി മിനിമം. ഏത് ഫ്രീക്വൻസിയിലാണ് ഇംപെഡൻസ് മിനിമം ആവുക, അതിനാണല്ലോ നമ്മൾ എന്ത് വിളിക്കുക, റെസൊണൻസ് കണ്ടീഷൻ. അതായത് റെസൊണൻസ് കണ്ടീഷൻ XL = XC, ആ ഫ്രീക്വൻസിയാണ് റെസൊണൻസ് ഫ്രീക്വൻസി. സിമ്പിളി പറഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസിയാണ് ചോദിച്ചത്. 1/2π√LC. L ഉണ്ട് 4.5 × C 72 × 10⁻⁶ ചെയ്താൽ കിട്ടുന്ന എന്താണോ അത്രയും ഹെഡ്സ്. 29ൽ എ പാർട്ട് മിനിമം ഡീവിയേഷനിൽ നമ്മളെ റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയാണ്, അതായത് നമ്മൾ ബേസും അതിൻ്റെ ഉള്ളിലുള്ള ആളും ഒരേപോലെ തന്നെ പോയിട്ടുണ്ടാകും, ബേസ് പാരലലി പോയിട്ടുണ്ടാവണം. ദെൻ ബി പാർട്ട് ഒരു ഭയങ്കര ടഫാക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഒന്നുമില്ലടാ, നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും, അതായത് I+E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസത്തിൻ്റെയും ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെറിവേഷൻ്റെ 2-3 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ വരുന്ന ആ ഒരു സ്റ്റെപ്പ് അത്ര വെച്ച് നിർത്തിയേക്കണം. I+E = A+D. നമ്മൾ N = sin of A+D/2 sin A/2 ഫുള്ള് ആവശ്യം ഇല്ല, അത്രയേ ഉള്ളൂ. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വരുന്നു. എൻ്റെ ഏതോ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഉള്ള ഏറ്റവും മിനിമം കിട്ടിയ ഡീവിയേഷൻ ആംഗിൾ ഓഫ് ഡീവിയേഷനാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് വിളിക്കുക. ആ സമയത്ത് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആവും. അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള റിഫ്രാക്ഷൻ ആംഗിൾസ് ആയിട്ടുള്ള R1 = R2 = R ആണ്. ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഒരു ആവറേജ് ഒരു എബവ്, ചെറിയ രീതിയിൽ എബവ് എന്ന് പറയാം. കാരണം ചില ക്വസ്റ്റ്യൻസിൻ്റെ ബി പാർട്ട് സി പാർട്ടൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് ഇൻഡയറക്റ്റ് ചെറിയ രീതിയിലൊക്കെ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. നിങ്ങൾക്ക് നല്ല സക്സസ് ഉണ്ടായിട്ട് നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് മക്കളെ. എനിവേ ഓക്കെ, ഇനി എന്തായാലും എഴുതി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആൻസേഴ്സ് ക്ലിയർ ആണ്. ഇല്ല എന്തെങ്കിലും ഡൗട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.